ടൈപ്പിന്റെ അതില് തമ്പക്ക മെറിൻ വന്നില്ല സ്നൈപ്പേ. ഞാൻ ആരും കാണിച്ചു തരട്ടെ ഹായിട്ടെ. സ്നൈപ്പിന് മെസ്സേജ് അയച്ചാ പറഞ്ഞു. മെറിൻ വന്നില്ലേ? വേണ്ട വേണ്ട എനിക്ക് വേണ്ട വേണ്ട, നീ അയക്കണ്ട, എനിക്ക് മനസ്സിലായി, വേണ്ട. ഹലോ ഹലോ, എന്താ വിളിക്കണ? നമ്മളിപ്പോ ബാറിലാണ്, ഡിസ്റ്റർബ് ചെയ്യല്ലേ കുട്ടി വെറുതെ. മെറിനാണാ? കൊച്ചിനെ അങ്ങോട്ട് വിളി. എടാ മീരല്ലേ ഇപ്പൊ വിളിച്ചത്? ഞാൻ വലിയ കൊണയൊക്കെ പറഞ്ഞിട്ട് നിർത്തി. എടാ മെറിൻ വന്നോ? ഞാൻ വിളിക്കാം. വെറി വേണ്ട, വെറി വേണ്ട, വേണ്ട, എനിക്ക് വേണം. വേണ്ട. എടാ നമുക്ക് മീരനെ കാണണ? എടാ മെറിൻ വീരപ്പൻ ഇട്ടോ ശരി. ഇപ്പൊ എവിടെയുണ്ട്? ബാർ മേടിച്ചു. ഇപ്പൊ എവിടെയുണ്ട്? ആരാടാ ഫോണില്? മീര. മീര മീര? എടാ ബാറിൽ നിന്ന് ബില്ല് കൊടുക്കടാ. ബില്ല് കൊടുത്തിട്ട് ഇറങ്ങാൻ നോക്ക്. എവിടെ? മുതുകിൽ നമ്മളുണ്ടല്ലോ. നീ എവിടെ? ചേട്ടാ രണ്ടെണ്ണം വണ്ടി കയറി. ഏത് മീരു? നിന്റെ മീരു നിന്റെ മുന്നേ വെച്ചല്ലാടാ ഇവിടെ പറഞ്ഞ വേണ്ട. പീഡിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞേട്ടാ. ഞാൻ റേഡിയോ ഇറങ്ങട്ടെ കേക്കാം. എടാ നിന്റെ മുന്നേ വെച്ചല്ലടാ നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ ശരിക്കും അടിച്ചു തോന്നേട്ടാ. എടാ വണ്ടി എവിടെയെങ്കിലും നിർത്ത്, സംസാരിക്കട്ടെ. വണ്ടിക്ക് എങ്ങനെ ബ്രേക്ക് ഇടണ? അത് ചവിട്ടിയാ മതി. ഇല്ല കൊല്ലത്തല്ല. നൈസ് ജമ്പ് ബ്രോ. മലയുടെ മണ്ടയിലോട്ടൊന്ന് നിർത്താണേ കേട്ടാ. കുട്ടിയൊന്ന് ഇറങ്ങണം വണ്ടിന്ന്. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോണം. എന്ത് കുട്ടി എന്താ പറഞ്ഞ? വെള്ളം അടിച്ചിട്ടുണ്ടെന്നോ? അതെ, നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ വെള്ളം എന്ന് പറഞ്ഞ് പുച്ഛിക്കരുത്. നമ്മൾ അടിച്ച സാധനത്തിന്റെ പേര് പറഞ്ഞ സ്നൈപ്പേ. ബിയർ. അപ്പൊ ബിയർ അടിച്ചിട്ടുണ്ടോന്ന് വേണം ചോദിക്കാൻ, മനസ്സിലായോ? വെള്ളം അടിച്ചാരല്ലോ ഫിറ്റ് ആവോ? കുട്ടി പറ. വെള്ളം അടിച്ചാ കുട്ടി ഫിറ്റ് ആവോ? കുട്ടി പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ച് കുട്ടി ഫിറ്റ് ആവോ? അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ വീട്ടിലോട്ട് ഞാൻ പറയാം വെള്ളം കുടിക്കാനായിട്ടൊന്നും. എനിക്കും വെള്ളം കുടിച്ചാൽ മതിയല്ലോ ഫിറ്റ് ആവാനായിട്ട്. പറയൂ കുട്ടി, വെള്ളം കുടിച്ചാ എങ്ങനെ ഫിറ്റ് ആവുന്നേ? കുട്ടി നമ്മൾ എന്തിനാ ഇപ്പൊ വിളിച്ചെന്നറിയാ? കുട്ടീനെ ആത്മാർത്ഥമായി പ്രേമിക്കുന്നൊരു പയ്യനുണ്ട്. ആ പയ്യനിപ്പം ഹാർട്ട് ബ്രോക്കൺ എന്നൊക്കെ പറഞ്ഞാൽ ചിതറി. ഇപ്പൊ ഹാർട്ട് ഇല്ല പിന്നെ. കാരണം എന്താ? സ്വന്തം ഗേൾഫ്രണ്ട് ഏതോ മാമന്റെ കൂടെ പോയേക്കുന്നു. വിഷമാവൂലേ? വിഷമാവും. ആത്മാർത്ഥമായി പ്രേമിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് വിഷമാവും കുട്ടി, വിഷമാവും. പറയൂ. കുട്ടി ഇവിടെ നിക്കുന്ന ആരായിരിക്കും? കുട്ടി തന്നെ പറ. അതാരെയല്ല?
സ്നൈപ്പ് അല്ലെന്നോ? അയ്യോ മദാര. സ്നൈപ്പ് അല്ല, മദാരയാണ് ആള്. മദാരക്ക് പെണ്ണില്ല. മദാര എന്നോട് എന്തോ പറഞ്ഞെന്നറിയോ? മീരയുടെ പുറകെ ഒരു മനുഷ്യനെ പോലെ അല്ല, ഇത്രയും കാലം ഒരു പട്ടിയെ പോലെയാണ് പുറകെ നടന്നതെന്ന്. മോശം മോശം മോശം. അല്ല ബാലൻജി, ആ പറ. ഈ പറയുന്ന മറ്റേ എന്തുവാ ഈ പറയുന്ന മദാര ഉച്ചിഹ എന്ന് പറയുന്ന വ്യക്തിനെ കഴിഞ്ഞ ദിവസം ജെനിഫർ പ്രപ്പോസ് ചെയ്തിട്ട്, നീ എന്റെ അനിയന്മാരെ വലക്കടി ഫസ്റ്റ്, എന്നിട്ട് ഞാൻ നിന്റെ ഒപ്പം വരാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ നിക്കുന്ന വെള്ളം അടിച്ചിട്ട് വൃത്തിയോട് പറയുന്നോളാ മദാര ഊംചിയെ. ഈ എന്തൊരു പറഞ്ഞു? അനിയന്മാരെ വളയ്ക്കാനാ? മാന്യായിട്ട് സംസാരിക്കണം കേട്ടോ. അനിയന്മാർക്ക് ഇഷ്ടം ഉണ്ടെങ്കിലേ ഞാൻ നോക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. മാന്യായിട്ട് സംസാരിക്കണം. വെള്ളം അടിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയൊന്നും പോകത്തില്ല കേട്ടാ. ബാല എന്റെ അനിയന്മാരെ സമ്മതിക്കാണ്ട് ഞാൻ കൊച്ചിനെ നോക്കിട്ടുണ്ടോ? അനിയന്മാരെ സമ്മതിക്കാതെ അനിയന്മാരെ വളക്കണം. മാന്യായിട്ട് പറയണം എന്റെ പയ്യന്മാരെ. എടാ എനിക്കെന്താ കുലുക്കം? അമ്മച്ചിയെ തലയ്ക്ക് പിടിച്ചേ, ദൈവമേ രക്ഷിക്കണേ. മദര തലയ്ക്ക് പിടിച്ചടാ ബീറ്. എടാ ബീർ തന്നെയാണോ നീ എനിക്ക് ഒഴിച്ചത്? അതോ വേറെ കലക്കി തന്നതാണോ? ബീറാണല്ലേ? ഓക്കേ. വെയിലടിച്ചെന്റെ തോന്നുന്നു കേട്ടോ. കിണ്ടിയായി. അയ്യോ അയ്യോ അയ്യ 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 അയ്യ. എടാ നീ എന്തോ വിചാരിച്ചടി ഇത് ബീച്ചാണോ നിനക്ക് കേറി അങ്ങ് ഇരിക്കാനായിട്ട്? അങ്ങനെയല്ല, നിങ്ങള് നിങ്ങളും വായ വെച്ചാലോ? വാഴ വെക്കാനാ? ഈ സ്ഥലത്തൊന്ന് വാഴ വെക്കാനോ? എടാ നമ്മളാണോ അതോ ഇവളാണോ അടിച്ചിട്ടിരിക്കുന്നത്? അങ്ങനെ കൊച്ചിനോട് ഞാൻ എന്താ പറഞ്ഞത്? അനിയന്മാര് റെഡി ആണെങ്കിൽ അത് മാത്രം മീര കേട്ടുള്ളൂ, ബാക്കി ഒന്നും കേട്ടില്ല. റേഡിയോ കുറവാണ്. എന്ത് പറ്റി? എല്ലാരും ഉണ്ടല്ലോ. എനിക്കിപ്പോ ഒരു റിലേഷൻ പറ്റൂല, ഞാൻ ആലോചിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞത് അല്ലേ? അപ്പൊ കുട്ടിക്ക് ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. ഈ നിക്കുന്ന ഒരു അച്ഛനെ പോലെ കണ്ടാ മതി. ഈ നിക്കുന്ന മീരയെ കല്യാണം കഴിക്കാൻ മാധുരിക്ക് താല്പര്യമുണ്ടോ? സമ്മതമാണോ? അതെ. അത് മാധുരയോടാണ് ചോദിച്ചത്. കുട്ടിയോട് വെയിറ്റ് ആക്കൂ, ചോദിക്കട്ടെ. വേറെ ആരും ഇഷ്ടം പറ. ഓ ജോണി മാമൻ. പുള്ളിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? എന്റെ അച്ഛന്റെ കൂടെ പഠിച്ചതാണ് പുള്ളി. സത്യം. എന്ത് വിഷയം? അടിയായ? ഇല്ല, എനിക്ക് ജോണി മാമനോട് സംസാരിക്കണം. സൈപ്പേ സംസാരിക്കണ്ടടാ. മറ്റേ സാധനം അടി ഏതടി? മിക്കവാറും ഇപ്പൊ എന്തെങ്കിലും നടക്കും. ഓക്കേ. കെട്ടിറങ്ങി പെട്ടെന്ന് കെട്ടിറങ്ങി എനിക്ക്. എടാ നോർമൽ വാക്കിംഗ് എങ്ങനെയാടാ ഇടുന്നേ? സ്നൈപ്പ് ഉണ്ട്, സാവേജ് ഉണ്ട്. എന്റെ കേട്ടിറങ്ങട്ടെ. എന്ത് പറഞ്ഞ ഇപ്പൊ? എന്ത് ഞാൻ കേട്ടത്? സ്നൈപ്പ് ബേബിയാ? അതെങ്ങനെ വരും ബേബി? കുട്ടിയുടെ മോന്? കുട്ടീനേക്കാളും പ്രായം ഉണ്ടല്ലോ, പിന്നെങ്ങനെയാണ് കുട്ടിയുടെ മോനാവുന്ന? അതൊന്ന് പറഞ്ഞ. ബേബി എന്നൊക്കെ വിളിക്കണമെങ്കിൽ അതിനൊക്കെ അതൊന്നും പറ്റത്തില്ല വെച്ചേ. അത് ഞാനിവിടെ സമ്മതിക്കത്തില്ല. ജനറിക്കാണ്. ഓ കെട്ടുമാറി മധുര, കെട്ടുമാറി. സ്നൈപ്പേ
എന്താടാ ഈ കേക്കുന്നേ? സ്നേഹിപ്പേ വാ തുറക്കു നീ. ആണ്ടാ അവന് താല്പര്യമില്ലെന്നാണല്ലോ പറയുന്നത്. ഇനി മേലാൽ ബേബിന്നോ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനത്തെ സംസാരമൊന്നും അവന്റെ മുന്നിൽ വെച്ച് വേണ്ട. ഞങ്ങളോ? സ്നേഹിപ്പേ എന്താടാ എന്റെ കണ്ണടഞ്ഞിരിക്കുന്നത്? നിനക്കൊക്കെ വേണ്ടിയുള്ള സ്നേഹിപ്പേ ഞാൻ പറയുന്നില്ല ബാല. എന്ത് പറ? അവന് വേണ്ടി നീ എന്ത് ചെയ്ത്? സ്നേഹിപ്പ് എന്താടാ മിണ്ടാത്ത? എനിക്ക് വലിയ സംശയം തോന്നി തുടങ്ങി ഇവനിൽ നിന്നും. ഇവൻ ഊമ്പിക്കരുത് എനിക്ക് മെസ്സേജ് ഇട്ടോണ്ടാണ് നിന്നെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പ്രണയം ഞാൻ ത്യജിച്ചത്. അയ്യോ എടാ എന്നെ ഇടിച്ച് താഴെ ഇട്ടാ ഞാൻ എന്റെ കണ്ണ് കൊണ്ട് കണ്ടേടാ. എന്റെ തല ഫ്രണ്ടിലായിരുന്നെങ്കിൽ എന്റെ കണ്ണ് ബാക്കിലായിരുന്നടാ അത്. എടാ സ്നേഹിപ്പേ എന്നോട് ഇത് വേണ്ടായിരുന്നു സ്നേഹിപ്പേ. എന്ത്? ഈ പാവപ്പെട്ട ഒരുത്തനോട് ഇത് വേണ്ടായിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ സ്നേഹിപ്പ അവള് ബേബിന്ന് വിളിക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല അവൻ പറയട്ടെ, സ്നേഹിപ്പ് പറയട്ടെ. സ്നേഹിപ്പ നിനക്ക് പ്രശ്നമില്ലേ? ഇല്ല പ്രശ്നമില്ല. പ്രശ്നമില്ലേ? അപ്പൊ ബേബിന്ന് വിളിച്ചോട്ടെ എന്നാ? ഫ്രണ്ട്സ് തമ്മിൽ ആരും ബേബിന്നൊന്നും വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് അങ്ങനൊക്കെ കേൾക്കുന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയായിരുന്നു? സത്യം എടാ എനിക്കിപ്പോ മനസ്സിലായെന്ന് വെച്ചല്ലേടാ, കേസ് കൊടുത്തത് മീര, കേസിലെ പ്രതി സ്നൈപ്പ്. കേസിന്റെ അവസാന ഉത്തരം എന്തായിരുന്നു? വിഡ്രോ. ഏത് കേസ് ഒഴിവാക്കി. അവിടെ എന്ത് ഗുണം? നീയും അവളുമായിട്ട് പിരിഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ നടന്നോ? ഇത് ഇവന്മാരുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. നീ ഒന്നും പറയണ്ട ബേബി. ദക്ഷ ഞാൻ കുറച്ച് പൊക്കി അടിച്ചിരിക്കണത് എന്നെ കൊണ്ട് ബാക്കി പറയിപ്പിക്കരുത്. എന്ത് പറഞ്ഞു? ബാലന്റെ മാതിരി ഒരു സുന്ദരനില്ലാന്നു ബാലന്റെ മാതിരി അപദക്ഷയം പറഞ്ഞു. ബാലനെ എനിക്കറിയാം, എന്റെ ബാലുവിനെ എനിക്കറിയാന്ന് പറഞ്ഞത്. മാതരെ അവൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാര്യമുള്ള കാര്യത്തിന് മനസ്സിലായേ. അല്ലാതെ നീ ചുമ്മാ 10 വർഷം മറ്റേ പട്ടിയെ പോലെ പുറകെ നടന്നോണ്ടല്ലേടാ പെണ്ണ് സെറ്റ് ആവത്തെ. ആ മനുഷ്യനെ പോലെ നടക്കാൻ നോക്കടാ ആദ്യം, എന്നിട്ട് കുണയ്ക്കാൻ പാടാ. ബേബിന്നല്ലേ വിളിച്ചേ? ഇനിയിപ്പോ എന്ത് പ്രശ്നം? ഫ്രണ്ട്സ് ആകുമ്പോ ബേബിന്ന് വിളിക്കും, ചിലപ്പോ ചക്കരയെന്ന് വിളിക്കും, മുത്തെന്നൊക്കെ വിളിക്കും, പലതും വിളിക്കും. ഒരു പ്രശ്നമില്ല നീ ഇപ്പൊ. അത്രേ ഉള്ളൂ. പോളെ വാ വരൂ കുട്ടി ആൻഡ് സ്നേഹിപ്പു. പട്ടിയെ പോലെ എന്തോ വേണ്ടെന്ന്, ഇതൊക്കെ മതി. ഈ ഹരിയുടെ ജീവിതം എന്നും മൂഞ്ചലാന്നറിയില്ല. എന്താ ഞാൻ ഇപ്പൊ കേട്ടത്? മാതര ഒന്ന് വന്നേ. മാതര ഇനി വരൂ. ചിറക്കൽ ശ്രീഹരി കമ്മിയർ. ചിറക്കൽ ശ്രീഹരി ഇപ്പൊ എന്താ പറഞ്ഞേ? ദക്ഷയ്ക്ക് എന്തായെന്ന്? ദക്ഷ ആരെയും നോക്കത്തില്ല പറഞ്ഞായിരുന്നു. അത് കുഴപ്പമില്ല. ആരെ നോക്കാതിരുന്നാ മതി, മനസ്സിലായി? ആരെങ്കിലും നോക്കിന്ന് അറിഞ്ഞാലേ എനിക്ക് പ്രശ്നമുള്ളൂ. ഒരു കാര്യം അറിയോ? സാവേജ് കുറ്റം പറഞ്ഞപ്പോ എന്താ ദക്ഷ പറഞ്ഞത് അറിയാം? എനിക്ക് എന്റെ ബാലുവിനെ അറിയാം. എന്റെ നെഞ്ച്. അത് മതി, എനിക്കത് കേട്ടാ മതി, എനിക്കത് മതി. വീഡിയോ പിടിച്ചോ? ആര് പിടിച്ചു? ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. പേരൊന്ന് മാറ്റണം. ഓക്കെ. വീഡിയോ പിടിച്ചോണ്ടതാ ചെറിയ. ഹലോ എനിക്ക് പറ. എടാ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഇച്ചിരി കണ്ണിച്ചോര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കണ്ണിച്ചോര ഉള്ളതുകൊണ്ടല്ലടാ ഇങ്ങനെ നിക്കുന്നേ. എടാ നിനക്ക് വേണ്ടി സംസാരിക്കാന്ന് വെച്ചാൽ ആ കൊച്ചിന് നിന്നോട് താല്പര്യമില്ലേ, പിന്നെ നമുക്ക് നിർബന്ധിച്ച് ആ കൊച്ചിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ആ കൊച്ചിന് ഇഷ്ടമുള്ള കൊണ്ടല്ലേ പോണ്ടേ? അതല്ലേ ആ കൊച്ചു ചെയ്തോളൂ. അതിനപ്പുറം എന്തെങ്കിലും ചെയ്തോ? അതിനിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതും ശരിയാണ്. അത് ശരിയാണ്. കൊച്ചിന് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ നോക്കരുത്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇവനെ ജെനിഫർ ഇന്നലെ പ്രപ്പോസ് ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടു. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ മീര നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ നിനക്കുള്ള അതേ ഫീലിങ്സ് ആയിരിക്കും ജെനിഫറിനുള്ളത് നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ. അപ്പൊ ശരിക്കും ചേരേണ്ടവരാരാ? നീയും ജെനിഫറും. അതങ്ങ് സെറ്റ് ആവും. എന്താ ആലോചിക്കാൻ? ഞാൻ ഇത്രയും കാലം ഇഷ്ടാന്ന് പറഞ്ഞ പുറകെ നടന്നു. അവൾ എന്നാ എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ എനിക്ക് മദാരനെ ഇഷ്ടമാണെന്ന്. ആര്?
എന്നിട്ട് വീര പീടി വെച്ച് വീഡിയോ വെച്ച് പറഞ്ഞ അവസാനം പറഞ്ഞ എന്തോ അതിന്റെ മോനെ എനിക്ക് താല്പര്യമില്ലെന്നല്ലേ അവസാനം പറഞ്ഞ. എനിക്കും അതാരാണ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അവനെ വേണ്ട. അല്ല അത് എന്തൊരു വിഷമായി കാണും. മറ്റേ അച്ഛൻ തേങ്ങയായി താഴെ വീണ് തിരിച്ച് തെങ്ങിപ്പോയ അവസ്ഥയായില്ലേ. ഒന്നുകൂടെ വീഴാൻ ചാൻസ് ഇല്ലേ? വീണോ? ആരേലും പെറുക്കെടുത്ത് കൊണ്ടുപോയിക്കോളും. അതാരോ ചെത്തി കള്ളാക്കി കൊണ്ടുപോയി. കള്ളാക്കിയെങ്കിലും കൊണ്ടുപോയില്ലടാ. അപ്പൊ ആരെങ്കിലും കുടിക്കും. അപ്പൊ അത് നോക്കി ഇരുന്നോ നീ. അത് മതി, മനസ്സിലായോ? എന്താണ് അവസ്ഥ? ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറ. എടാ നീ ഇനി ഒന്നും ചെയ്യാനില്ല, നിനക്ക് പെണ്ണില്ലടാ. നീ ഞാൻ ഒരു മലയാളം ഹാർഡ് ജോബാ. അവന്മാരില്ലേ വിളിച്ചു പറഞ്ഞാൽ, അതായത് നമ്മള് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന്, ഇല്ലെങ്കിൽ അവന്മാര് വാറ് വിളിച്ചാലേ ഇനി. എടാ മാതര, നിനക്കിനി ഒരു വഴിയേ ഉള്ളൂ. നീ വല്ല തായ്ലൻഡിലും പോയി വല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്ത് പെണ്ണായിട്ട് വല്ല ഇറങ്ങി വാ. അതേ ഇനി നടക്കത്തുള്ളൂ. നിനക്ക് ഇവിടെ പെണ്ണില്ല, മനസ്സിലായോ? ഉണ്ടാക്കില്ലേ നീ, ഉണ്ടാക്കല്ലേ നീ കേട്ടറാ. ആ 20 പേര് കറക്റ്റ് വേണമെന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടോ? അതല്ലടാ ഞാൻ പറയുന്നത്, നമുക്ക് വാറങ്ങ് അടിക്കാം. വാറ് മാത്രമായിട്ട് വാറടിക്കാം. കാര്യം ഇത്ര ലേറ്റ് അല്ലേ, 2 വാറൊക്കെ അടിക്കുമ്പോഴത്തേന് എത്ര ഉള്ളൂ. ഞാൻ വേറൊരു കേസ് പറയട്ടെ. ഈ രാത്രി എന്നെ അടിക്കണോന്നുണ്ടായിട്ട് അവസാനം അടിച്ച് മറ്റേ എടുത്തുകാട്ടം ചാടി. അത് ശരിയാണ്. കഴിഞ്ഞ് പിന്നെ അതും പിന്നെ പറഞ്ഞു വരില്ലേ, മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം പറ. ഇപ്പം വാറ് വിളിക്കുകയാണെങ്കിൽ പോലും ഇത് സ്റ്റാർട്ട് ചെയ്ത് വാറ് തുടങ്ങാൻ നോക്കിക്കോ. ഇപ്പൊ തന്നെ 1:30 2:30 3 മണിയെങ്കിലും ആവും ഉറപ്പാ. വേണ്ടാന്നാണോ പറയണേ? ഇപ്പൊ പിന്നെ അല്ല, അവന്മാരെ കാണുവാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് അടിയണം. അവന്മാർക്ക് അങ്ങനെ വല്ലതും അടിച്ചാൻ കൊല്ലല്ലേ. നമ്മളുണ്ട് വാ മാതര കേറ്. ഇവിടെ ഓപ്പണില് നടക്കാം. ടോക്കിയുടെ വണ്ടി ഉണ്ട്, അതിന്റെ അടുത്തുണ്ട് ഞാൻ. എന്താണ് മീര? ജോണി എന്താ പക്ഷെ അതിന്റെ അത് KKB ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേറ് കേറ് കേറ്. നീ കണ്ണെടുത്താ അതൊക്കെ എടുത്തു. ഇതിലോട്ടോടാ. ഇതിപ്പോ ആരും ഇല്ല. മീര മാതരയ്ക്ക് അയച്ചു കൊടുക്കാം. എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? എടാ സ്നൈപ്പ് എവിടെ? സ്നൈപ്പ് എവിടെ? കേറ് 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 കേറ്. സ്നൈപ്പ കേറാ. എടാ സ്നൈപ്പ വന്ന വണ്ടി കയറി. പറയായിരുന്നു വണ്ടിക്കകത്തിരുന്ന് കേട്ടാ. ശരി ഇന്നലെ 2 റൗണ്ട് കൊടുത്ത് അറിഞ്ഞല്ലോ. ഒരു പാവത്തിന്റെ വണ്ടി ഞാൻ ഇടിച്ചു കുപ്പയെ കളഞ്ഞടാ. ഒരു അവന്റെ കളിപ്പാട്ടം. കറിക്കോ കറിക്കോ. ആരുടെ? അറിഞ്ഞോണ്ട. അതെനിക്ക് മനസ്സിലായി. മീര പോയടാ. നീ നിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്തേ. ഞാൻ വരുന്ന വഴി ഒരു കണി കണ്ടടാ. നീ നമ്പർ ഷെയർ ചെയ്. അതെങ്ങനെ ഷെയർ ചെയ്യണം? നീ മീരക്ക് കൊടുത്തത് എങ്ങനെ? അതുപോലെ നീ മീരയുടെ നിന്റെ നമ്പർ ഉണ്ടല്ലോ, അതെങ്ങനെ പോയത്? അങ്ങനെ അങ്ങ് ചെയ്താ മതി കേട്ടാ. കിട്ടും. അത് പറഞ്ഞപ്പോ കിട്ടി. ഓക്കെ, ഇനി ഫോട്ടോ അയച്ചു തരാം ഞാൻ. ഞാനൊരു ഫോട്ടോ വെച്ചു നോക്കിയ നീ കണ്ടോ? KVA ഗാങ്ങോസിന്റെ ഫ്രണ്ടിൽ നിന്നും കിട്ടിയ ഫോട്ടോ കണ്ടാ നീ? മാതരാനെ വിളി.
നമ്പർ എന്റെ ഉണ്ടായിരുന്നു. ആ എന്റെ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ എന്റെ ഫോൺ ചീത്തയായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ സ്നേഹിപ്പേ. മാതരയില്ല. മാതരേനെ എങ്ങനെയും തപ്പി പിടിയടാ. എങ്ങനെ പിടിക്കും? സാക്കിന്റെ നമ്പർ ഉണ്ടോ? ഇല്ല. മാതര സ്നേഹിപ്പ പിങ്ക് കുട്ടിയോട് ഞാൻ നീ പറഞ്ഞ മറ്റേ പിക്കപ്പ് ലൈൻ പറയട്ടെടാ. ഏത്? ഇതോ പിങ്ക്. അതാരാ? പക്ഷെ ഒരു പടയുണ്ടല്ലോ കൂടെ. കുറച്ച് നമുക്ക് ഡ്രസ്സൊക്കെ വെച്ചിട്ട് നൈസിട്ട് പോവാം. ബെസ്റ്റ് ഡ്രസ് ഊരാൻ പറ്റി. ആ ഓക്കെ. ദൈവമേ ഷർട്ട് പോയി. ഞാൻ ഞാൻ അടിച്ച് കയറി നോക്കി. നിങ്ങൾ പറഞ്ഞ ആ നേരത്തെ ആണല്ലോ അടിയൊക്കെ കഴിഞ്ഞ്. ഇവിടെ എന്തൊരു സംസാരിക്കാൻ നോക്കട്ടെ. എല്ലാ പേജിലുണ്ട്. ശരിയാണല്ലോ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് വെളിയിൽ ഇതിലിടാം കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അത് കേൾക്കണം. ഹലോ മാതര എവിടാടാ? നമുക്ക് പണിയായിട്ട് വരും. പീടിയില് മുട്ടം അടി ആരുമായിട്ട്? പീടിയായിട്ട് മുട്ടം പ്രശ്നം ഇവിടെ. ഏത് നിങ്ങളാ? കിടുവിനെ തോക്കാൻ എടുത്തോണ്ട് തോക്കെടുത്തോണ്ട് വന്നു. നീ എപ്പ മുതുക്ക് വരും? സംസാരിച്ചിട്ട് വാ. നിന്റെ മനസ്സ് അല്ലല്ല ഞാൻ അത് വന്നിട്ട് പറയാം. ശരി പ്രശ്നമാണ്. അയ്യോ ഉള്ളപ്പിട വേണ്ട. വയ്യ അതും അതേ സ്വഭാവമായിരിക്കും. വേണ്ട എടാ ഞാൻ ഇവിടെ